രമേശിനൊപ്പം പ്രധാനപ്പെട്ട നേതാക്കളെ കണ്ടു. ഇന്ന് ഇപ്പം നല്ല രീതിയിലുള്ള ഒരു പ്രചാരണത്തിലേക്ക് തുടങ്ങുന്നത് എങ്ങനെയൊക്കെയാണ് പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നത്? ഇന്നിപ്പോൾ പ്രചരണം ആരംഭിക്കുന്നത് മലയാളത്തെ തന്നെ അഭിമാനമായിട്ടുള്ള ശ്രീ എം ടിയുടെ കണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടാണ്. ശ്രീ എം ടി മലയാള സാഹിത്യ തറവാട്ടിലെ കാരണവരായിട്ട് വിരാജിക്കുന്ന വ്യക്തിയാണ്. മലയാളികളുടെ മുഴുവൻ വലിയ സൗഭാഗ്യമായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങി പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കുക എന്നുള്ളത് അങ്ങേയറ്റത്തെ ആഹ്ലാദകരമായിട്ടുള്ള അനുഭവമാണ്. തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഇനിയുള്ള മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദവും ഈ പോരാട്ടത്തിൽ കരുത്തുപകരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നല്ല രീതിയിൽ ഈ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളെയും കാണാൻ എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്ന സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും നേരിൽ കാണാൻ വേണ്ടി പരിശ്രമിക്കും. അവരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി കോഴിക്കോട് മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ 12 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളായി അടുത്ത എത്ര ദിവസത്തിനകം ഉണ്ടാകും എന്തെങ്കിലും അറിയിപ്പ് വന്നിട്ടുണ്ട്? മാർച്ച് 10 കൂടി ബാക്കി സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. BDJS എത്ര സീറ്റ് നൽകുന്ന സംബന്ധിച്ച് BDJS ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു ധാരണ അനുസരിച്ച് 4 സീറ്റിൽ BDJS മത്സരിക്കുന്നതാണ്. അവരുടെ സ്ഥാനാർത്ഥികൾ അവരാണ് പ്രഖ്യാപിക്കുക. 4 സീറ്റിലാണ് ഇപ്പോൾ BDJS മത്സരിക്കുന്നത്. 12, 4, 16 അപ്പോൾ 4 കൂടി BJP. ഇപ്പോൾ ഇതിനകത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിറകെ PC ജോർജ് ചില അവസരങ്ങൾ എത്തുന്നുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? PC ജോർജിന് എല്ലാവർക്കും അറിയാമല്ലോ, അത് കുഴപ്പമില്ല, അത് പരിഹരിച്ചോളൂ. അല്ല, ഇപ്പം സ്ഥാനാർത്ഥി പട്ടികയിൽ വരാത്ത അന്ന് തന്നെ ഈ ആന്റണിയെ ആർക്കറിയാം, അത്തരത്തിലുള്ള ചില PC ജോർജ് പറഞ്ഞത് അനിൽ ആന്റണിയെ ഞാൻ പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്തുന്നല്ലേ. അദ്ദേഹം പരിചയപ്പെടുത്തി അദ്ദേഹം വിജയിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർലമെൻറ്റ് മണ്ഡലമാണ്, അദ്ദേഹമല്ലേ പരിചയപ്പെടുത്തേണ്ടത്. സ്വാഭാവികമാണ്, അത്രയേ ഉള്ളൂ. നിങ്ങൾ ആവശ്യമില്ലാതെ ദോഷകൃത്തുക്കളാവില്ല. നല്ല കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പേര് ഇനി അടുത്ത പട്ടികയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതിപ്പോൾ എനിക്ക് പറയാൻ സാധിക്കില്ല. PC ജോർജ് മത്സരിക്കാൻ യോഗ്യതയുള്ള ആളാണ്. പിന്നെ പാർട്ടി ദേശീയ നേതൃത്വമാണല്ലോ ഇതൊക്കെ തീരുമാനിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും അത് ദേശീയ നേതൃത്വത്തിൻ്റെ മനസ്സിലതുണ്ടാവും. പട്ടികയിലുണ്ടാവില്ലോ എന്ന് പറയാൻ ഞാനാളല്ല. ഏതായാലും കേരളത്തിൽ കൊടുത്ത പട്ടികയിലുണ്ടോ അദ്ദേഹത്തിൻ്റെ പേര്? കേരളത്തിലുണ്ട്, കേരളത്തിലെ പട്ടികയിൽ അദ്ദേഹമുണ്ട്. പക്ഷേ അദ്ദേഹം ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമാണിപ്പോൾ, പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പാർട്ടി ദേശീയ നേതൃത്വം അദ്ദേഹത്തോട് ആലോചിച്ചിട്ടുണ്ടാകും സ്വാഭാവികമായിട്ടും. അതിന് ബാക്കി എന്താണെന്ന് എനിക്കറിയില്ല. പ്രഖ്യാപനത്തിന് പിറകെ തന്നെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ടാകുന്നത് പാർട്ടിയെ സംബന്ധിച്ച് അതൊന്നും ഒരു പുഴുക്കുത്തല്ലാന്ന്. PC ജോർജിനെ അറിയാവുന്ന എല്ലാവർക്കും കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ അതിന് ആവശ്യമില്ലാത്ത വ്യാഖ്യാനം നിങ്ങൾ കൊടുക്കാതിരുന്നാൽ മതി. ഞങ്ങൾക്ക് വേവലാതിയില്ലല്ലോ, കുഴപ്പമില്ല.